വെൽക്കം ബാക്ക് ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മിനിമലിസം ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് മിനിമലിസം, എങ്ങനെയാണ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് കാണാം. കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഈ ഒരു മിനിമലിസം ലൈഫ് സ്റ്റൈല് ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ ലൈഫിൽ ഒരുപാട് ഡിഫറൻസസ് വന്നിട്ടുണ്ട്. അപ്പോൾ മിനിമലിസം ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നു. ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കുന്നുകൂടി കിടക്കുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിനും ഒരു ക്ലാരിറ്റി കിട്ടില്ല. കറക്റ്റായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പോലും പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല. മിനിമലിസം ലൈഫിൽ ഫോളോ ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ എല്ലാ കാര്യത്തിനും കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി കിട്ടാനായിട്ട് തുടങ്ങി. അതായത് നമ്മുടെ ജീവിതത്തിലുള്ള അനാവശ്യ വസ്തുക്കളെല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കി തുടങ്ങും. നമ്മൾ ഉപയോഗിക്കാത്ത ഒരു കാര്യവും നമ്മുടെ കയ്യിലുണ്ടാവില്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടാവും. നമ്മുടെ ഡ്രീംസിലും ഗോൾസിലും റിലേഷൻഷിപ്പിലും വരെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഇത് തന്നെയാണ് ഈ ഒരു മിനിമലിസം ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ബെനിഫിറ്റ്. രണ്ടാമതായിട്ട് നമുക്ക് കൺസ്യൂമറിസത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ ചെല്ലുമ്പോൾ കാണുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൂട്ടാനുള്ള ഒരു ടെൻഡൻസി ഒരിക്കലും മിനിമലിസം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാവില്ല. ഇമ്പൾസീവ് ഷോപ്പിംഗ് സിൻഡ്രോം എന്ന് പറയും. അതായത് നമ്മൾ പെട്ടെന്നൊരു ഷോപ്പിൽ ചെല്ലുന്നു, അവിടെ ഒരു സാധനം കാണുന്നു, നമുക്ക് ഇഷ്ടപ്പെടുന്നു, നമ്മൾ വാങ്ങുന്നു. വാങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, ഇത് ഞാൻ എന്തിനു വാങ്ങി, എന്തിന് ഞാൻ അത്രയും പൈസ വേസ്റ്റാക്കിയെന്ന്. മുമ്പൊക്കെ ഞാൻ ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങിക്കൂട്ടുന്ന ഒരാളായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ 3-4 എണ്ണമൊക്കെ ഒന്നിച്ച് വാങ്ങും. വെക്കാൻ പ്ലേസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതെനിക്കിപ്പോൾ ആവശ്യമുണ്ടോ എന്നൊന്നും ചിന്തിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കളറ് കണ്ടാൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ അതേ കളറിലും പാറ്റേണിലുള്ള പല ഡ്രസ്സുകൾ ഞാൻ വാങ്ങിക്കൂട്ടുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷം ഞാൻ വിരലിലെണ്ണാവുന്ന ഡ്രസ്സുകൾ പോലും വാങ്ങിയിട്ടില്ല. ഈ ഒരു മിനിമലിസം ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഏകദേശം 54 എണ്ണത്തോളം ഞാൻ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള വീട്ടിലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ആവശ്യക്കാർക്കോ ഒക്കെ എടുത്ത് വെറുതെ കൊടുത്തു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഇത്രത്തോളം ഡ്രസ്സുകൾ എൻ്റെ ലൈഫിൽ ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഒരു കണക്ക് വെച്ചിട്ടുണ്ട്, എനിക്ക് ആകെ 30 ഡ്രസ്സിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി ഡ്രസ്സുകളെല്ലാം ഞാൻ ഡൊണേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ പുതിയൊരു ഡ്രസ്സ് ഉടനെ എങ്ങും വാങ്ങേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല. ഇനിയിപ്പോൾ വാങ്ങുകയാണെങ്കിൽ തന്നെ ഒരെണ്ണം വാങ്ങുമ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഉള്ളതിൽ നിന്ന് ഒരെണ്ണം ഡൊണേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി കഴിയുമ്പോൾ തന്നെ ഒരുപാട് മണി നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. മിനിമലിസത്തിൻ്റെ മൂന്നാമത്തെ ബെനിഫിറ്റ്, ഒരുപാട് പൈസയും അതുപോലെ സമയവും നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കാണുന്ന ഉടനെ സാധനങ്ങൾ വാങ്ങുന്ന ആ ഒരു ശീലത്തിൽ നിന്ന് നമ്മൾ ഒഴിവായാൽ തന്നെ നമുക്ക് ഒരുപാട് മണി സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ പറയാം. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി 1-2 ജോഡി ഡ്രസ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് പല ഡ്രസ്സുകളും കാണുമ്പോൾ വാങ്ങാൻ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ മണി ഞാൻ ഒരു കുടുക്കയിലിട്ട് സേവ് ചെയ്യാനായിട്ട് തുടങ്ങി. നിങ്ങൾ പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏകദേശം 50,000 രൂപയോളം ഞാൻ ആ ഒരു കുടുക്കയിൽ സേവ് ചെയ്തു. അതായത് എനിക്ക് പുതിയൊരു ഡ്രസ്സ് വാങ്ങണമെന്ന് തോന്നുമ്പം ആ മണി ഞാനെടുത്ത് കുടുക്കയിലിട്ട് തുടങ്ങി. അപ്പോൾ ലാസ്റ്റ് ഡിസംബറിൽ ഈ ഒരു കുടുക്ക ഓപ്പൺ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എത്രത്തോളം പൈസ വെറുതെ കൊണ്ടുപോയി കളയുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് കൂടുതൽ മണി സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മണിയെക്കാട്ടിലും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സമയം. ഈ ഒരു മിനിമലിസം ജേർണിയിലേക്ക് വന്നതിൽ പിന്നെ എൻ്റെ ലൈഫിൽ ഒരുപാട് സമയം എനിക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ടും ഓർഗനൈസ് ചെയ്യാനായിട്ടും ഒക്കെ വളരെ കുറച്ച് സമയത്തിൻ്റെ ആവശ്യമുള്ളൂ. മുമ്പൊക്കെ ആഴ്ചയിലൊരു 5-6 മണിക്കൂർ ഞാൻ ഈ ഒരു ക്ലീനിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് 1 അവർ കൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ടൈം മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും.
സാധാരണ ഒരു മിനിമലിസ്റ്റ് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അവരുടെ സമയവും പണവും എല്ലാം വിനിയോഗിക്കൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സമയവും പണവും ഒക്കെ ലാഭിക്കാനായിട്ട് പറ്റും. നാലാമതായിട്ട് നമ്മുടെ വീടും പരിസരവും നമ്മുടെ വാർഡ്രോബും എല്ലാം എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റും. ഒരിക്കലും മെസ്സി ആയിട്ട് നമ്മുടെ റൂമൊന്നും കിടക്കില്ല. കാരണം നമുക്ക് വളരെ കുറച്ച് പ്രോഡക്ട്സേ ഉള്ളൂ, അതെല്ലാം വെക്കാനായിട്ട് കൃത്യമായിട്ടുള്ള സ്ഥലവുമുണ്ട്. അതുപോലെ ഒരുപാട് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിലൊക്കെ പൊടി പിടിച്ച് അത് ക്ലീൻ ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് സമയം പോകും. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങളെ ഉള്ളെങ്കിൽ അത് നീറ്റായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ വീടും ചുറ്റുപാടുകളും നമ്മുടെ റാക്സും നമ്മുടെ ട്രോയും നമ്മുടെ വാർഡ്രോബും എല്ലാം നല്ല നീറ്റായിട്ട് ഇരിക്കും. അഞ്ചാമതായിട്ട് നമുക്ക് മെൻ്റൽ പീസ് കൂടും. അതായത് നമ്മൾ ഈ ഒരു മിനിമലിസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നത് കുറയും. മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് തിങ്ക് ചെയ്യും എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും. അടുത്തുള്ള ഒരാൾ കൂടുതൽ വലിയൊരു വീട് വെച്ചാലോ അല്ലെങ്കിൽ കാറ് വാങ്ങിയാലോ പുതിയ ഡ്രസ്സുകൾ വാങ്ങിയാലോ അതൊന്നും നമ്മളെ ബോദർ ചെയ്യാതാവും. നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നോ അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് നമുക്കുള്ളതിൽ സംതൃപ്തരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ആരെയും കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ള കാര്യം ഈ ഒരു മിനിമലിസം ഫോളോ ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ലൈഫ് കൂടുതൽ ഹാപ്പിയാകും, കൂടുതൽ പീസ്ഫുൾ ആകും. ആറാമതായിട്ട് നമുക്ക് കൂടുതൽ ഫ്രീഡം കിട്ടും. ഈ ഒരു മെറ്റീരിയൽ പൊസഷൻ എന്നുള്ള കാര്യം നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവായി കഴിയുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ പണവും കൂടുതൽ സേവിങ്സും അതുപോലെ കടമൊന്നുമില്ലാതെ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് പറ്റും. മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യേണ്ട ഒരു കാര്യവും പിന്നെ നമ്മുടെ ലൈഫിലില്ല. കാരണം നമ്മൾ എന്താണോ ആ രീതിയിൽ നമ്മൾ ജീവിച്ചു പോകും. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഹെൽത്തി ആവും. അതായത് ഒരുപാട് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ കുറയും. കൂടുതൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ടും ഈ മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈല് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരുപാട് വലിയ വീട് കെട്ടി അതിൻ്റെ EMI അടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്യേണ്ടി വരുമ്പം അങ്ങനെയുള്ള ആളുകളുടെ ലൈഫിലെ സ്ട്രെസ് ലെവൽ വളരെ ഹൈ ആയിരിക്കും. കാരണം അവർക്ക് ആ ജോബ് ഇഷ്ടമല്ല, പക്ഷെ അത് ഒഴിവാക്കാനും പറ്റില്ല. കാരണം ഒരുപാട് EMI അടയ്ക്കാനുണ്ട്, ഒരുപാട് കടങ്ങൾ വീട്ടിൽ തീർക്കാനുണ്ട്. അപ്പോൾ ഒരു മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും അവരെ അഫക്റ്റ് ചെയ്യില്ല. അവർക്ക് ആവശ്യമുള്ള ഒരു വീടായിരിക്കും ഉണ്ടാക്കുന്നത്. അത് ഒരുപാട് വലുപ്പമുള്ളതാവണമെന്നില്ല. അവരുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് അവർ ഉള്ളതുപോലെ ഒരു ചെറിയ വീട് വെച്ചായിരിക്കും അവർ ജീവിക്കുന്നത്. അവർക്കൊന്നും മറ്റുള്ളവരെ കാണിക്കാനോ ബോധിപ്പിക്കാനോ ഇല്ല. അപ്പോൾ അവരുടെ ലൈഫിൽ കൂടുതൽ ഹാപ്പി ആയിട്ട് അതുപോലെ സ്ട്രെസ് ഫ്രീ ആയിട്ട് അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഏഴാമതായിട്ട് മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് അപ്രൂവലും അതുപോലെ കോൺഫിഡൻസ് ലെവലും എല്ലാം ഇമ്പ്രൂവ് ആവും. നമുക്ക് എന്താണ് ലൈഫിൽ വേണ്ടതെന്ന ക്ലാരിറ്റി വരുമ്പോൾ തന്നെ അതനുസരിച്ച് നമുക്ക് ജീവിച്ചു തുടങ്ങാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു ചേരും. കാരണം എനിക്ക് മറ്റാരെയും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഹാപ്പിയായി എനിക്ക് വേണ്ട സാധനങ്ങളുമായിട്ട് സിമ്പിളായിട്ട് ജീവിക്കാനായിട്ട് എനിക്ക് കഴിയും. അത് തന്നെ നമ്മുടെ ലൈഫിൽ വലിയൊരു കോൺഫിഡൻസ് ആണ്. ആവശ്യമില്ലാത്ത ഒരു വയ്യാവേലി നമ്മൾ തലയിലേക്ക് എടുത്ത് വെക്കില്ല. എട്ടാമതായിട്ട് മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ നേച്ചറുമായിട്ട് കൂടുതൽ അടുക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും എൻവയോൺമെൻറ്റിനെ ഹാം ചെയ്യുന്ന ഒരു കാര്യങ്ങളും ചെയ്യില്ല. അതായത് അനാവശ്യമായിട്ട് പ്ലാസ്റ്റിക് വസ്തുക്കളോ അല്ലെങ്കിൽ ഈ എൻവയോൺമെൻറ്റിന് ഹാം ആകുന്ന ഒരു കാര്യവും നമ്മൾ വാങ്ങിക്കൂട്ടില്ല. നമ്മൾ കൂടുതലും വീണ്ടും വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആയിരിക്കും വാങ്ങുക. അപ്പോൾ റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കൂടുതൽ വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് മണിയും സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ മിനിമലിസം ഫോളോ ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കാനായിട്ട് ട്രൈ ചെയ്യും. ഇതൊക്കെയാണ് മിനിമലിസം കൊണ്ട് നമ്മുടെ ലൈഫിലുണ്ടാവുന്ന ബെനിഫിറ്റ്സ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു ലൈഫ് സ്റ്റൈല് ചെറിയ രീതിയിലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ചേഞ്ചസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.